ഹല്ലിയ. ഇന്ന് നമ്മൾ പ്രത്യാശയോടെ കടന്നു വരിക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് എഴുന്നേക്കുന്നത് ഒരു ഉറപ്പോടെയും ഒരു വിടുതൽ പ്രതീക്ഷിച്ചും ഒക്കെ ആയിരിക്കണം. പല വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പലവരും ഉണ്ട്. ചിലപ്പം വ്യക്തികൾ വിടുവിക്കാൻ വേണ്ടി, ജീവിതം വിടുവിക്കപ്പെടാൻ വേണ്ടി, കുടുംബ ബന്ധങ്ങൾ യോജിക്കാൻ വേണ്ടി, ചിലപ്പം സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി, ആരോഗ്യ പ്രശ്നം പലതുമായിട്ടൊക്കെയാ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. മക്കളുടെ വിഷയത്തെ ഓർത്തും ഒക്കെ പലവരും പല വിധത്തിലാ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അന്ന് കർത്താവിനോട് നമ്മൾ ഇന്ന് തുടങ്ങിയപ്പം തൊട്ടേ യേശുവെന്ന നാമം, യേശുവിന്റെ നാമത്തിന് എല്ലാ വാതിലുകളെയും തുറക്കാൻ ശക്തിയുണ്ട്. അടഞ്ഞു കിടക്കുന്നതിനെ തുറക്കുവാനും, വേണ്ടാതെ തുറന്നു കിടക്കുന്ന വാതിലുകളെ അടയ്ക്കുവാനും, ഹല്ലേലൂയ, തടസ്സങ്ങളെ തകർത്തു മാറ്റുവാനും ഒക്കെ കഴിവുള്ള നാമമാ യേശുവെന്ന നാമം. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് പിറുപിറുപ്പും നിരാശയുടെയും വാക്കിന് പകരം യേശുവെന്ന നാമം ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിലും 10 തവണ ഒന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി. ആ വീട്ടിനകത്ത് ഉറപ്പായിട്ടും വിടുതലുണ്ടാവും. യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയ ഒരു ജീവിതത്തിനകത്തും വിടുതലില്ലാതെ ഇരിക്കത്തില്ല, കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കത്തില്ല. നാം ആരാണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ വിടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാനൊന്ന് എൻകറേജ് ചെയ്യട്ടെ. വാഗ്ദത്തങ്ങള് ഇന്ന് വചനം അതല്ല, പക്ഷെ ഒന്ന് എൻകറേജ്മെന്റിന് വേണ്ടിയാ. വാഗ്ദത്തങ്ങൾ ലഭിച്ച അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചിട്ട് പോലും അതിനകത്ത് ദൈവം ഒരു തടസ്സം അവിടെ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വലിയ വാഗ്ദത്തം ലഭിച്ച അബ്രഹാമ ലോകത്തില് വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നതും, തൻ്റെ കൂടെ നടന്ന ദൈവത്തിന്റെ പദ്ധതികൾ എന്താണ്, ദൈവം ഒരു രാജ്യത്തിന്റെ എതിരെ പ്രവർത്തിക്കാൻ പോകുന്നത് പോലും അബ്രഹാമിന് കാണിച്ചു കൊടുത്തത്. അബ്രഹാമിന് വരാനിരിക്കുന്ന ഒക്കെ ദൈവം കാണിച്ചു കൊടുത്ത് അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാനൊരു ജാതിയാക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ സാധാരണ മനുഷ്യരെ പോലെ തന്നെ അബ്രഹാം ക്ഷീണിച്ചു പോയി. അബ്രഹാം 14-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് വരുമ്പം കൊള്ളമുതലും കൊണ്ട് വരുന്ന അബ്രഹാം മെൽക്കിസദേക്കിനെ കണ്ടിട്ട് കൊള്ളമുതലിന്റെ ഒരു 1/10 മെൽക്കിസദേക്ക് രാജാവിന് കൊടുക്കുക. മെൽക്കിസദേക്ക് രാജാവിന് കൊടുത്തു കഴിഞ്ഞപ്പം സൊദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു, അബ്രാമേ, നിനക്ക് വേണ്ടതൊക്കെ നീ ഇതിനകത്ത് നീ കൊള്ളമുതലിനകത്തുനിന്ന് നീ ഒരു ഭാഗം എടുത്തു. അപ്പം അബ്രഹാം പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് കൊള്ളമുതലൊന്നും, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ഈ ലോകത്തുള്ള ഇങ്ങനത്തെ എൻ്റെ ദൈവം തരാത്തതായതൊന്നും എനിക്ക് വേണ്ട. അപ്പം വാഗ്ദത്തം ലഭിച്ച അബ്രാമായത്, പേര് മാറിയിട്ടില്ല, അബ്രാം എന്ന് മാത്രമേ ഉള്ളൂ പേര്. അപ്പം വാഗ്ദത്തം ലഭിച്ചിട്ട് നിൽക്കുക, ഒരു ജാതിയെ പോലെ നിന്നെ ഞാൻ ആക്കും എന്നൊക്കെ വാഗ്ദത്തം ലഭിച്ചൊക്കെ കഴിഞ്ഞ് പോയി. സൊദോം ഗൊമോറ ദേശത്തുമൊക്കെ ആ രാജ്യത്തിനെ വിടുവിക്കാനൊക്കെ അബ്രാമിന്റെ കയ്യിലുണ്ടായിരുന്ന സൈന്യത്തിനെയും കൊണ്ട് വേലക്കാരെ സൈന്യമാക്കി എടുത്ത് അങ്ങനെ പോയി. നമ്മൾ ആ ഭാഗം വായിക്കണം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം. അതിനകത്ത് ലോത്തിനെ അബ്രാം രക്ഷപ്പെടുത്തുന്ന ഭാഗമാണ്. എന്നിട്ട് മടങ്ങി വരുമ്പോഴാണ് മെൽക്കിസദേക്ക് രാജാവിനെ കണ്ട്. അപ്പൊ സൊദോം രാജാവ് പറയാം, നിനക്ക് വേണ്ടത് നീ ജനത്തിനെ മാത്രം എൻ്റെ കൈ തിരിച്ചു തന്നാ മതി. സൊദോം രാജാവ് പറയാ, പക്ഷെ നിനക്ക് എന്തൊക്കെ കൊള്ളമുതൽ അവിടെ നിന്ന് കിട്ടിയോ, ആടായിരിക്കാം, മാടായിരിക്കാം, സ്വർണമായിരിക്കാം, എന്തൊക്കെ നിനക്ക് കിട്ടിയോ, തടിയോ എന്തൊക്കെ നിനക്ക് കിട്ടിയോ, അതെല്ലാം നീ അങ്ങ് വെച്ചോ, എനിക്കതൊന്നും വേണ്ട, എൻ്റെ ജനത്തിനെ മാത്രം നീ ഇങ്ങ് വിട്ടു തന്നാ മതി എന്ന് സൊദോം രാജാവ് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം തൊട്ടുള്ള ഭാഗമാ. അനുഗ്രഹിക്കപ്പെട്ട അബ്രാമിന് മെൽക്കിസദേക്കിന്റെ കയ്യിൽ നിന്നും ഒരു അനുഗ്രഹം കിട്ടി. അപ്പം ദൈവം അനുഗ്രഹിച്ചവനെ പിന്നെ വേറെ ആരും അനുഗ്രഹിക്കണ്ട. പക്ഷെ മെൽക്കിസദേക്ക്, നമ്മുടെ ഹെബ്രായരുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യേശുവിനെ മെൽക്കിസദേക്കുമായിട്ട് സാമ്യം പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു അർത്ഥമുണ്ട് ഈ ഒരു അനുഗ്രഹത്തിന്. അപ്പം അബ്രഹാം പറയുക, അബ്രഹാം അതിനകത്ത് ഉൽപ്പത്തി പുസ്തകം 14-ന്റെ 23-നകത്ത് പറയുക, എനിക്കൊരു നൂല് പോലും വേണ്ട, അങ്ങനെയാ പറയുന്നത്. ഐ ഡോണ്ട് നീഡ് ഈവൻ ആസ് മച്ച് ആസ് എ സിംഗിൾ ത്രെഡ്. എനിക്കൊരു നൂല് പോലും വേണ്ട. ഈ കൊള്ള മുതലിനകത്തെ ഒരു നൂലോ ഒരു ചെരുപ്പിന്റെ വള്ളിയോ ഒന്നും എനിക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ ഒരു പൊടി പോലും എനിക്ക് എന്റേതല്ലാത്ത, എനിക്ക് സ്വർഗം തരാത്തതല്ലാത്തത് എനിക്കൊന്നും വേണ്ട എന്ന് പറയാം. അത്ര കർശനമായിട്ടാ ദൈവസന്നിധിയിൽ നിന്നത്. കണ്ടോ? അത് നമ്മൾ വായിക്കുമ്പം
അതിനകത്ത് പരിശുദ്ധാത്മാവ് ഒരുപാട് ആഴത്തിൽ കൊണ്ടുപോകും നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ അബ്രാമിന്റെ മുമ്പിൽ അത്രയും നന്മകൾ വെച്ചിട്ട് സ്വതം രാജാവ് പറയാ, അബ്രാമെ നിനക്ക് അർഹതപ്പെട്ടതാ ഇതെല്ലാം, നീ ചെന്ന് യുദ്ധം ചെയ്തിട്ട് നിനക്ക് കിട്ടിയതാ ഇതെല്ലാം, ഇത് എന്റേതായിരിക്കാം, പക്ഷെ ഇത് നീ അങ്ങ് എടുത്തോ, എന്റെ ജനത്തിനെ വിട്ടു തന്നിട്ട് നീ ഇതെല്ലാം, ഈ മുതലെല്ലാം നീ എടുത്തോ. പക്ഷെ അബ്രാം നീതിയുള്ളവൻ, അബ്രാം പറയുക അതാ ദൈവം നീതിയുള്ളവൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ തനിക്കുള്ളതല്ലാത്തതൊന്നും വേണ്ട, തനിക്ക് ദൈവം കൊടുക്കാത്തതൊന്നും വേണ്ട, ദൈവം തരുന്ന അനുഗ്രഹം മാത്രം മതി എനിക്ക്. അങ്ങനെ പിടിച്ചു നിന്ന അബ്രാമിനെ കുറിച്ച് 15-ാം അധ്യായത്തിനകത്ത് വരുമ്പോ ഹല്ലേലൂയ വചനം പറയുക, അബ്രാമിനെ ഇതൊക്കെ കണ്ടപ്പം ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അബ്രാമിന്റെ ആ നീതി കണ്ടപ്പം അടുത്ത അധ്യായത്തിനകത്ത് വരുമ്പോ നമ്മൾ കാണുന്നു അബ്രാമിനെ ദൈവം വന്നിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം വരുക. അനുഗ്രഹിച്ച് അപ്പം അബ്രാം പറയുക, എന്തിനാ, എനിക്ക് ഈ അനുഗ്രഹങ്ങളൊന്നും വേണ്ട. കണ്ടോ, പെട്ടെന്ന് ക്ഷീണിച്ച് മടുത്തുപോയി. അപ്പം അത്ര 14-ാം അധ്യായം വരെയും വാഗ്ദത്തം കേട്ട അബ്രഹാം പല വിഷയങ്ങളിലൂടെ കടന്നു പോയിട്ടും ഭയങ്കര ധൈര്യത്തോടെ നിൽക്കുക. 12-ാം അധ്യായത്തിൽ ദൈവം വിളിച്ചിറക്കിയതാ. നമ്മൾ 12-ാം അധ്യായം തൊട്ട് നോക്കുവാണെങ്കിൽ കുറെ യാത്രയിൽ കൂടെ അബ്രഹാം പോയി. ഇതെല്ലാം പോയെടുത്തും അന്നും പേര് അബ്രഹാം എന്നല്ല, അബ്രാം എന്നാ പേര് മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണുന്നു 14-ാം അധ്യായം തീരുന്നത് വരെയും ഭയങ്കര വിശ്വാസ വീരനായി ഭയങ്കര ശക്തിയോടെ ഒക്കെ നിൽക്കുക. പക്ഷെ 15-ാമത്തെ അധ്യായത്തിൽ വന്നപ്പം ദൈവത്തിന്റെ വീണ്ടും ദൈവം അബ്രാമിനോട് സംസാരിക്കുക. എന്നിട്ട് പറയാ, അബ്രാമെ നീ ഭയപ്പെടാതെ, നിനക്ക് ഞാൻ വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട്, നന്മ വെച്ചിട്ടുണ്ട്. അപ്പം കണ്ടോ, സാധാരണ മനുഷ്യരൊക്കെ പറയുന്നത് പോലെ അബ്രാം തിരിച്ചു പറയാ, ഓ എന്തിനാ കർത്താവേ ഇതെല്ലാം, ആർക്ക് വേണം ഇതെല്ലാം. 15-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോ അബ്രാം പറയാ, എന്തോയിനാ ഈ നന്മയൊക്കെ, ആർക്ക് കൊണ്ടുപോവാനാ, എന്തിനാ, ഞാനോ ദേണ്ട തലമുറയില്ലാതെ പോവുക എന്ന് പറയാ. എന്നിട്ട് പറയാ, ഇനി എന്റെ വേലക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കണം, എന്റെ വേലക്കാരനെ ഇനിയും എന്റെ തലമുറയാണെന്ന് പറഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ട് അവൻ ഈ സമ്പത്തെല്ലാം കൊണ്ടുപോകും, അത് കാരണം ഇനി എന്നെ അനുഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് വേണ്ട. കണ്ടോ, ദൈവത്തിന്റെ നന്മയെ തടസ്സപ്പെടുത്തുന്ന വാക്ക് ഇത്രയും അനുഗ്രഹം ലഭിച്ച അബ്രാം പറയുക. ഇന്ന് മനുഷ്യരും അങ്ങനെ പറയാറുണ്ട് അല്ലെ? എത്ര പ്രാർത്ഥിക്കുന്നവരും ഒരു ചെറിയ ഒരു വിഷയം കാണുമ്പോഴത്തേക്ക് അതിനകത്ത് നിരാശയുടെയും പ്രത്യാശയില്ലാത്തതിന്റെയും ഭാവിയെക്കുറിച്ചൊന്നും ചിന്ത പോലും ഇല്ലാത്ത വാക്കുകൾ വിളിച്ചു പറയും അല്ലെ? അതേപോലെ അബ്രഹാം വിളിച്ചു പറയാ, അബ്രഹാം പറയാ, ആർക്ക് വേണം, എന്തിനാ, എന്തോയിനാ, ആർക്ക് കൊടുക്കാനാ, എനിക്കൊന്നും വേണ്ട, നീയും നിന്റെ അനുഗ്രഹവും കൊണ്ട് അങ്ങ് പൊക്കോ എന്ന് ദൈവത്തിനോട് പറയുക. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഏകദേശം അതേപോലെ തന്നെയാ. അപ്പം ദൈവം പറയാ, പാവം പിടിച്ച ദൈവം പിന്നെയും പറയാ, 4-ാം വാക്യത്തിൽ പറയാ, ഇല്ല അബ്രാമേ, അങ്ങനെയൊന്നും അല്ല, നിനക്ക് ഞാനൊരു തലമുറ തരാം. ഞാനല്ലേ നിന്നോട് പറഞ്ഞത്. കൊരിന്ത്യരുടെ ലേഖനത്തിനകത്ത് പറയുന്നു, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തു യേശുവിൽ ഉവ്വെന്നും ആമേന്നും തന്നെയാ. ദൈവത്തിന് വചനം പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിനെ കൊണ്ടല്ലാതെ അതിലും മേളിലൊരു ആളില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു, തന്നെ കൊണ്ട് ആണയിടുന്നു. ദൈവം നമ്മളെ ഒരു ദർശനം കാണിക്കുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ, ഒരു സ്വപ്നം ഏൽപ്പിക്കുമ്പോൾ, ഒരു തീയതി പറയുമ്പോൾ, ഒരു വിഷയത്തിനകത്ത് വിടുതലുണ്ടെന്ന് പറയുമ്പോൾ കർത്താവിനെ കൊണ്ട് തന്നെ ആണയിട്ടേച്ച് പറയുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കാമെന്ന്. വീണ്ടും അബ്രാമിനോട് ദൈവം പറയാ, ഇല്ല അബ്രാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നീ അങ്ങനെയൊന്നും പറയാതെ. എന്നിട്ട് 6-ാം വാക്യത്തിൽ വരുമ്പോ ഉൽപ്പത്തി 15-6 വചനം പറയുക, Abraham believed the Lord and the Lord counted him as righteous because of his faith. ആ വാക്യം ഒന്ന് വായിക്കാം. 15-6. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് യഹോവ അവനെ നീതിയായി കണക്കിട്ടു. അപ്പൊ കണ്ടോ, അവന്റെ വേറെ ഒന്നുമല്ല, അവൻ വിശ്വസിച്ചു. കർത്താവ് വീണ്ടും അവനോട് വാഗ്ദത്തം ഉറപ്പിച്ചപ്പോ അബ്രഹാം പിന്നെ അതിനകത്തൊന്നും പറയാൻ നിന്നില്ല. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം അങ്ങ് വിശ്വസിച്ചു. അബ്രഹാം ആ പത്തിയൊക്കെ പൊക്കി ബഹളമൊക്കെ വെച്ച്, ഇല്ല എനിക്കിതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിന്റെ ആ നിരാശ അങ്ങ് മാറിപ്പോയി. നിരാശ മാറിപ്പോയിട്ട് അബ്രഹാം വിശ്വസിച്ചപ്പോഴത്തേക്ക് ദൈവം അതവന് നീതിക്കായി കണക്കിട്ടു. സ്തോത്രം. എന്നിട്ട് ഇതിനകത്ത് ഈ ഭാഗം വായിക്കുമ്പം തന്നെയുണ്ട്, ഇത്രയും നാളും ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് തലമുറ തരും, നീ ഒരു ജാതിയാവും, നിനക്ക് വാഗ്ദത്ത ദേശം തരും, എല്ലാം പറഞ്ഞു. പക്ഷെ ഇതിനകത്ത്
ദൈവം വരാൻ പോകുന്ന ഒരു അനുഭവവും കൂടെ അബ്രഹാമിനെ കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത്? അതിന്റെ 15-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ, 12 തൊട്ടുള്ള വാക്യങ്ങൾക്കകത്ത് വരുമ്പം വചനം പറയുന്നു, അബ്രഹാം ഒരു മയക്കത്തിൽ പോയി ഭയങ്കര ഭയക്കുന്ന ഒരു സ്വപ്നം കണ്ടു. ഭയങ്കരമായിട്ട് ഭയന്നു പോകുന്ന ദർശനങ്ങൾ കണ്ടു. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് പറയുക, നിന്റെ വംശം 400 വർഷക്കാലം അടിമ നുകത്തിൽ കിടക്കും. കണ്ടോ, വരാനിരിക്കുന്ന ഒരു ഭീതി പറയുക. പക്ഷെ കർത്താവോ പറയുന്ന എന്തുവാണ്? അവരങ്ങനെ കിടന്നാലും അവരെ 400 സംവത്സരങ്ങൾ, 400 വർഷങ്ങൾ കഴിയുമ്പം, 400 years, 400 വർഷം കഴിയുമ്പം ഞാൻ അവരെ പുറത്തിറക്കിക്കൊണ്ട് വരും. എങ്ങനെ ഇറക്കിക്കൊണ്ട് വരും? ദരിദ്രരായിട്ടല്ല ഇറക്കിക്കൊണ്ട് വരുന്നേ, അവര് വലിയ ബഹുസമ്പന്നരായിട്ട് അവരെ ഞാൻ ഇറക്കിക്കൊണ്ട് വരും. കണ്ടോ, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞ്, ഇന്ന് നമ്മളുടെ കയ്യിലും പല വാഗ്ദത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? പല വാഗ്ദത്തങ്ങളും സമയമെടുക്കുന്നുണ്ട്. പലതും നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊന്നും നടക്കുന്നില്ല. കർത്താവ് ചിലപ്പം ചില ആണ്ടും തീയതിയും ഒക്കെ പറഞ്ഞു കാണും, പക്ഷെ പലതും നടക്കാതെ പോകുന്നുണ്ട്. നടക്കാതെ പോകുന്നത് എന്താ? നമ്മുടെ നടപ്പൊരു പക്ഷേ ദൈവസന്നിധിയിൽ നേരെയാക്കാത്തത് കൊണ്ടാ. നമ്മൾ അബ്രഹാമിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അബ്രഹാം 14-ാം അധ്യായം വരെ നല്ല മിടുക്കനായിട്ട് സൂപ്പറായിട്ട് നടന്നു. പക്ഷെ അത് കഴിഞ്ഞ് കണ്ടോ, 16-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോ സാറ പറഞ്ഞ്, അപ്പൊ സാറ വീട്ടിൽ സ്വൈര്യം കൊടുക്കാത്ത ഒരു ഭാര്യയായിരുന്നു. എന്നുവെച്ചാൽ അബ്രഹാം വാഗ്ദത്തം കേട്ടു, പക്ഷെ സാറ കടിച്ചു തൂങ്ങി. എന്നാലും പറഞ്ഞു, ഒന്നും നേരെയല്ല, നിങ്ങൾ നിങ്ങളുടെ കർത്താവും ഇങ്ങനെ അങ്ങ് നടന്നു നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവര് സാറ ഉറപ്പായിട്ടും സാഹചര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കാണും. സാറ ഉറപ്പായിട്ടും പറഞ്ഞു കാണും, എന്താ ഈ പറയുന്നത്? നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുവല്ലേ, നാളെ കാലം നമ്മളെ നോക്കുന്നത് ആരാ? ദൈവത്തിന്റെ വാഗ്ദത്തം കിടപ്പുണ്ട്, പക്ഷെ നമ്മളും ഒന്ന് പരിശ്രമിക്കണ്ടേ, നമ്മളും ഒന്ന് ശ്രമിക്കണ്ടേ? നമ്മളൊന്ന് ശ്രമിച്ചാലല്ലേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ തലയ്ക്കകത്ത് ഇട്ടുകൊടുത്തു കാണും. ഇട്ടുകൊടുത്തപ്പോ എന്ത് പറ്റി? ദൈവം പറഞ്ഞത് വിശ്വസിക്കുന്നതിന് പകരം ഈ വിശ്വാസവീരനായ അബ്രഹാം, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ലഭിച്ച അബ്രഹാം സാറയുടെ ഇച്ഛകൾക്കനുസരിച്ച് പാപത്തിനകത്ത് പെട്ടുപോയി. സാറയുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിനെക്കാട്ടിലും മുന്നേ ഒന്ന്, നമ്മൾ മലയാളത്തിലൊക്കെ പറയും, ഒന്നും കൂടെ ഒന്ന് കേറി, മുന്നോട്ടൊന്ന് കേറി ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു അല്ലെ? ദൈവത്തിനെ ഒന്ന് ഓവർ പവർ ചെയ്ത് ചെയ്യുന്നത് പോലെ. ദൈവം അവിടെ നിൽക്കട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തം ഒക്കെ ഞാൻ കേട്ട, ഞാൻ എൻ്റെ കയ്യിൽ ഒന്നെടുത്ത് ഞാൻ തന്നെ ഒന്ന് പണിയട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം സമയത്തിനും ഇഷ്ടത്തിനും ഇച്ഛയ്ക്കും ഒക്കെ കീഴ്വഴങ്ങി സ്വന്തമായിട്ട് അങ്ങ് ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം, ദൈവസന്നിധിയിൽ കാത്തിരിക്കണം, നമ്മുടെ നടപ്പ് നേരെയാക്കണം. ഹല്ലേലൂയ. നമ്മുടെ സംസാരങ്ങൾ നേരെയാക്കണം, നമ്മുടെ പ്രതീക്ഷകൾ നേരെയാക്കണം. ഹല്ലേലൂയ. നമ്മൾ പറയുന്നതും എടുക്കുന്നതും, നമ്മുടെ നോട്ടങ്ങളും കൊടുക്കലും വാങ്ങലും ഒക്കെ കർത്താവിന് ഹിതപ്രകാരമുള്ളതാണോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഉറപ്പായിട്ടും ഞാൻ പറയാം, അബ്രഹാമിന്റെയും സാറയുടെയും വീട്ടില് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഒരുപാട് വീണിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സകലതും വൈകിപ്പോയത്. നമ്മളവിടെ കാണുന്നു, 16-ാം അധ്യായത്തിനകത്ത് അബ്രഹാമിന് 86 വയസ്സുണ്ട് ഇശ്മായേൽ ജനിക്കുമ്പോൾ. വാഗ്ദത്ത സന്തതി അല്ല, മനുഷ്യന്റെ ഇഷ്ടത്താൽ, ജഡത്തിന്റെ മോഹത്താൽ, മനുഷ്യന്റെ സ്വഭാവത്തിനാൽ ജനിക്കപ്പെട്ട ഒരു സന്തതിയായിരുന്നു ഇശ്മായേൽ. വാഗ്ദത്തം അബ്രഹാമിന് ലഭിച്ചത് 75-ാമത്തെ വയസ്സില്, ഇശ്മായേൽ ജനിക്കുന്നത് 86-ാമത്തെ വയസ്സില് അല്ലേ? ഇന്നും നാളെ നടക്കുമെന്ന് പറഞ്ഞ് പകുതി വഴി ആയപ്പോഴത്തേക്ക് ക്ഷീണിച്ച് തളർന്നു പോയി. ലോകത്തിന്റെ സംസാരം കേട്ട്, കുടുംബത്തിനകത്തെ വാക്കുകൾ കേട്ട് അബ്രഹാം, വാഗ്ദത്തം ലഭിച്ച അബ്രഹാം വാഗ്ദത്തവും മറന്നു, ദൈവത്തിനെ മറന്നു, സകലതും മറന്ന് തന്റെ വിശ്വാസം ഏറ്റവും വറ്റിപ്പോയി. എന്നിട്ട് സാറ പറഞ്ഞത് കേട്ടു. ഞാൻ പറയട്ടെ, വാഗ്ദത്തം കേട്ട വ്യക്തി പിടിച്ചു നിൽക്കണം. സ്തോത്രം.
എല്ലാരോടും കർത്താവ് വാഗ്ദത്തം പറയത്തില്ല. ഒരു കുടുംബത്തിനകത്ത് സകലരോടും സംസാരിക്കത്തില്ല. ഒരു വ്യക്തിയോടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തി എന്ത് ചെയ്യണം? ആര് ചുറ്റിനും എന്ത് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എന്നെ ഏൽപ്പിച്ചത് ഇതാണ്. ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ വാഗ്ദത്തം ലഭിച്ച് അതിനകത്ത് ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രവർത്തിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പഠിക്കണം. നമ്മൾ എന്നിട്ടൊരു സങ്കടമായ ഒരു കാര്യം കാണുന്നു. 86 വയസ്സുള്ള അബ്രഹാമിന് ഇഷ്മായിൽ ജനിച്ചു കഴിഞ്ഞ് 17-ാം അധ്യായത്തിനകത്ത് വരുമ്പം അബ്രഹാമിന് 99 വയസ്സായപ്പോഴാ പിന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ടത്. കണ്ടോ? 13 വർഷങ്ങൾ കഴിഞ്ഞ്. അപ്പം ഇതിനോടിടയിൽ ഈ 16-ഉം 17-ഉം അധ്യായങ്ങളുടെ ഇടയിൽ 13 വർഷങ്ങൾ കടന്നുപോയി. ദൈവം അതുവരെ എത്രയും നാളും കൂട്ടുകാരനെ പോലെ കൊണ്ടു നടന്ന ദൈവം അങ്ങേയറ്റം സോദോം ഗൊമോറ ദേശങ്ങള് നശിപ്പിക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി പോലും ഞാൻ അബ്രഹാമിൽ നിന്ന് എന്തിനാ മറച്ചു വെക്കുന്നേ എന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിനോട് സകലതും വെളിപ്പെടുത്തിയ ദൈവം, ഹല്ലേലൂയ, 13 വർഷക്കാലം അബ്രഹാമിന് പ്രത്യക്ഷപ്പെടാതിരുന്നു. സ്തോത്രം. ഇന്ന് പലപ്പോഴും ദൈവ ശബ്ദം കേൾക്കാതെ പോകുന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിക്കാതെ പോകുന്നെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടങ്ങളും ഇച്ഛകളും എന്തുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നെങ്കിൽ, എവിടെയെങ്കിലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാ. ഹല്ലേലൂയ. നമ്മൾ മടങ്ങി വരാമെങ്കിൽ, ദൈവസന്നിധിയിൽ തിരിച്ചു വരാമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവേ അടിയൻ ഇതാ എന്ന് പറഞ്ഞ് മടങ്ങി വരാമെങ്കിൽ ദൈവത്തിന് സംസാരിക്കാൻ ഇടം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെടേണ്ട സമയമായപ്പം ദൈവം എന്ത് ചെയ്തു? അബ്രാമിന്റെ അടുക്കൽ വന്നിട്ട് അവിടെ ഒരു കാര്യമുണ്ട്. വീണ്ടും 17-ാം അധ്യായത്തില് അബ്രാമിന്റെ മുമ്പില് ദൈവം വന്നിട്ട് പറയുക, അബ്രാമേ, ഞാനാണ് സർവശക്തനായ ദൈവം, നീ എന്നെ സേവിക്കാമോ? എന്നിട്ട് പറയുക, ഇത്രയും നാളും പറയാത്ത ഒരു കാര്യം പറയുക, നീ കുറ്റമില്ലാത്തൊരു ജീവിതം എന്റെ മുമ്പിൽ നീ കാഴ്ചവെക്കാമോ? ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് വചനം പറയുന്നു, ദൈവം സൽഗുണപൂർണനായതുപോലെ നമ്മളും സൽഗുണപൂർണരായിരിപ്പിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളും വിശുദ്ധിയോടെയും പരിശുദ്ധിയോടെയും നിൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിനെയും കാതിനെയും നാവിനെയും ചിന്തകളെയും ശരീരങ്ങളെയും അവയവങ്ങളെയും ഒക്കെ സൂക്ഷിക്കാൻ നമ്മളുടെ കയ്യിൽ കർത്താവ് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. വേറെ ആർക്കും നമ്മളെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. അതിനാണ് നമുക്ക് നല്ല കൂട്ടുകാരനായ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. കണ്ട ആ വാക്യം ഒന്ന് വായിക്കാം. 17-ാം അധ്യായം 1-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും. ആമേൻ. Live a blameless, serve me faithfully and live a blameless life. കുറ്റമില്ലാത്ത ഒരു ജീവിതം നീ കാഴ്ചവെക്ക്. ദൈവത്തിന് മനസ്സിലായി അബ്രാമിന്റെ സ്വന്തം കഴിവിനാൽ അബ്രാമിന് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം പറയാ, 2-ാം വാക്യത്തിനകത്ത് പറയാ, ഐ വിൽ മേക്ക് എ കവനന്റ് വിത്ത് യു. ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കാം. കണ്ടോ? 12-ാം അധ്യായത്തിൽ പറഞ്ഞ വാഗ്ദത്തങ്ങള് വൈകിപ്പോയപ്പം ദൈവത്തിന് ഈ ജനത്തിനെ അനുഗ്രഹിക്കണം, ദൈവത്തിന്റെ പദ്ധതി ഈ ഭൂമിയിൽ നടത്തണം. അതുകൊണ്ട് ദൈവം എന്താ ചെയ്യുന്നേ? ദൈവം വീണ്ടും അബ്രഹാമിന്റെ അടുക്കൽ ചെന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞ് ചെന്ന് വീണ്ടും ഉടമ്പടി പുതുക്കുക. ഹല്ലേലൂയ. വീണ്ടും ഉടമ്പടി പുതുക്കിയപ്പം അബ്രാമിന് മനസ്സിലായി. 3-ാം വാക്യത്തിനകത്ത് പറയുന്നു, അബ്രാം നിലമ്പാടായി ദൈവത്തിന്റെ മുൻപാകെ വീണിട്ട് ദൈവം ഒരു കാര്യം ചെയ്യുക. ഹല്ലേലൂയ. ദൈവം ഒരു വാക്ക് അവിടെ പറയാ. 5-ാം വാക്യം, ഐ ആം ചേഞ്ചിങ് യുവർ നെയിം, ഇറ്റ് വിൽ നോ ലോnger ബി ഏബ്രാം, ഇൻസ്റ്റെഡ് യു വിൽ ബി കോൾഡ് ഏബ്രഹാം. കണ്ടോ? ദൈവം പറയാ, ഇനി നിന്റെ പേര് ഞാൻ മാറ്റുക. നിന്നെ അബ്രാം എന്നല്ല വിളിക്കുന്നേ, ഞാൻ നിന്നെ അബ്രഹാം എന്നാ വിളിക്കുന്നേ. എന്ന് പറഞ്ഞാൽ ദൈവം പറയുക, ഞാൻ നിന്നെ ഒരു
പുതിയ സൃഷ്ടിയാക്കുക. നിന്റെ വാഗ്ദത്തങ്ങൾക്കകത്തേക്ക് കയറണോ? നീ ഒരു പുതിയ സൃഷ്ടിയാകണം. 1 കൊരിന്ത്യർ ലേഖനം 5:17 പറയുന്നു, ദേ ഇതാ പഴയതെല്ലാം കഴിഞ്ഞുപോയി, ദേണ്ട് ഇതാ പുതിയതൊന്ന് വന്നിരിക്കുന്നു. ഈ പുതിയ സൃഷ്ടിയെ മാത്രമേ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. യേശു കർത്താവ് പറഞ്ഞു, പഴയ വീഞ്ഞു തുരുത്തിക്കകത്തേക്ക് പുതിയ വീഞ്ഞ് നിറയ്ക്കാൻ പറ്റത്തില്ല. പഴയ വീഞ്ഞു തുരുത്തി വീർത്ത് കെട്ടി അത് പൊട്ടിപ്പോകും, വീഞ്ഞും പൊട്ടി ഒഴുകി പുറത്തു പോകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അബ്രഹാമിനെ ഈ വലിയ നന്മയ്ക്കകത്തേക്ക് കയറ്റണമെങ്കിൽ അബ്രഹാമിനെ ഒന്ന് പുതുതാക്കാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മൾ കാണുന്നു, ദൈവം അബ്രഹാമിനെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്നു. അബ്രഹാമിന്റെ പേര് മാറ്റുന്നു. അബ്രഹാം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ പിതാവ് എന്നാണ് അതിനർത്ഥം. ഫാദർ ഓഫ് മെനി നേഷൻസ്, അനേക രാജ്യങ്ങളുടെ പിതാവെന്ന അർത്ഥം. എന്നിട്ട് സാറയുടെ പേരും മാറ്റുക. ഇനി സാറായി എന്നല്ല പേര്, സാറ എന്ന പേര്. ഹല്ലേലൂയ. സാറയും സാറായും ഹെബ്രായരുടെ ഭാഷയിൽ പറഞ്ഞാൽ രാജകുമാരി എന്ന സെയിമാ. പക്ഷെ സാറയെ വിളിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 17 അവിടെ പറയുക, അതിന്റെ 16 വാക്യത്തിനകത്ത് പറയുക, അതിന്റെ 15, 16, അവളുടെ പേര് ഞാൻ സാറ എന്നാക്കും, ഞാൻ അവളെ അനുഗ്രഹിക്കും. അപ്പം കണ്ടോ, അവളുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി. ഇനി അവളെ അനുഗ്രഹിക്കണം. അവളെ അനുഗ്രഹിക്കും, അവക്കൊരു പുത്രനെ കൊടുക്കും. ഞാൻ അവളെ അനുഗ്രഹിച്ചിട്ട് അവൾ അനേക രാജ്യങ്ങളുടെ അമ്മയായി തീരും. ഹല്ലേലൂയ. സാറ ഒരു പ്രിൻസസ്, അല്ലെങ്കിൽ അനേക രാജ്യങ്ങളുടെ അമ്മ. അപ്പം ദൈവത്തിനൊരു കാര്യം ചെയ്യണമെങ്കിൽ ദൈവം സകലതും പുതുതാക്കും. ഹല്ലേലൂയ. ദൈവം പുതുതാക്കിയിട്ടാണ് കർത്താവിന് വീണ്ടും അനുഗ്രഹിക്കാൻ പറ്റുന്നത്. ഇന്ന് വാഗ്ദത്തങ്ങളൊക്കെ എവിടെയെങ്കിലും തടഞ്ഞു കിടപ്പുണ്ടോ? ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ, വാഗ്ദത്തങ്ങളുടെ ഉറവിടമായ കർത്താവിന്റെ സന്നിധിയിൽ കയറി ചെന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവെ, കഴിഞ്ഞു പോയതൊക്കെ ഒന്ന് മറന്നേക്ക്. ഹല്ലേലൂയ. എന്നെ ഒന്ന് പുതുതാക്കണം, എന്നെ ഒന്ന് പുതുതാക്കി. അല്ലെ, അബ്രഹാം ഇടയ്ക്ക് വെച്ച് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അബ്രഹാം ഇടയ്ക്ക് വെച്ച് ഭാര്യ പറഞ്ഞത് അനുസരിച്ച് വേണ്ടാത്ത പരിപാടിക്ക് പോയി. അങ്ങനെയൊക്കെ ദൈവത്തിനെ കവച്ചു വെച്ച്, അല്ലെ, അങ്ങനെയാ ഒരു കാര്യം ചെയ്തത്. ദൈവത്തിനെക്കാട്ടിലും മിടുക്കനായിട്ട് ഞാനൊന്ന് ചെയ്യട്ടെ, വാഗ്ദത്തങ്ങളൊക്കെ കേട്ടതല്ലേ, ഞാനൊന്ന് ബന്ധപ്പെടട്ടെ, ഇതൊക്കെ ഒന്ന് നേരെയാവാൻ. അല്ല, നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രാർത്ഥനയിൽ ബന്ധപ്പെടാനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിനകത്ത് നമ്മൾ വരുമ്പോ, ഹല്ലേലൂയ, സ്തോത്രം, ആ വാക്യം ഒന്ന് എടുക്കട്ടെ. യാക്കോബിന്റെ ലേഖനത്തിനകത്ത് അതിന്റെ 5-ാം അധ്യായത്തിനകത്ത് വരുമ്പോ അതിന്റെ 13-ാം വാക്യത്തിനകത്ത്, 5:13 യാക്കോബ് ഇങ്ങനെ പറയുക, ആർ എനി ഓഫ് യു സഫറിംഗ് ഹാർഡ്ഷിപ്സ്, യു ഷുഡ് പ്രേ. ആർ എനി ഓഫ് യു ഹാപ്പി, യു ഷുഡ് സിംഗ് പ്രൈസസ്. കണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ, നിങ്ങൾ സ്തോത്രം പറ. ഹല്ലേലൂയ. ലോകക്കാരെന്ത് ചെയ്യും? അവര് സങ്കടം അനുഭവിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാത്തൊരു കാര്യത്തിനകത്താണെങ്കിൽ അവർ കരഞ്ഞ് നിലവിളിച്ച് എങ്ങോട്ട് ഓടണമെന്ന് അവർ നോക്കും. അല്ലെ, അടുത്ത എന്ത് സ്റ്റെപ്പ് എടുക്കണം, വല്ല കിണറ്റിനകത്ത് ചാടണോ, കുഴിക്കകത്ത് ചാടണോ എന്ന് നോക്കും. പക്ഷെ എന്നിട്ട് അവർക്ക് സന്തോഷം വന്നാലോ, അവർ 10 പേരോട് വിളിച്ചു പറയാം, അവർ 10 പേരോട് പറയും, കണ്ടോ 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 എന്ന് പറയും. പക്ഷെ ദൈവവചനം നമ്മളോട് പറയുക, നമ്മള്, അതാ പൗലോസപ്പോസ്തലൻ പറഞ്ഞേ, എനിക്ക് ഇല്ലാത്തതിനകത്തും എനിക്ക് കഴിയാൻ അറിയാം, ഉള്ളതിനകത്തും കഴിയാൻ അറിയാം. എനിക്ക് സങ്കടത്തിനെ നേരിടാനും അറിയാം, എനിക്ക് സന്തോഷത്തിനെ നേരിടാൻ അറിയാം. എങ്ങനെയാ? മെച്യൂർഡ് ബിലീവർ. ഹല്ലേലൂയ. പക്വതയുള്ള ഒരു വിശ്വാസി. ഇന്ന് നമ്മളൊക്കെ പക്വതയായിട്ടുണ്ടോ? നമ്മൾ എത്ര നാളായി ദൈവവചനം കേൾക്കുന്നല്ലേ? നമ്മൾ ദൈവവചനം കേട്ട് ദൈവവചനം വിഴുങ്ങുന്നവരാ. പലവരും ബൈബിളിന്റെ മുമ്പിൽ ഇരുന്ന് ആ വചനത്തിനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നവരാ. പക്ഷെ പക്വതയായിട്ടുണ്ടോ? ആത്മീയ പക്വത വന്നിട്ടുണ്ടോ? ആത്മീയ പക്വത ഒരുവന്റെ വായിന്ന് വീഴുന്ന വാക്കുകൾ കേട്ടാൽ അറിയാം അവൻ ആത്മീയ പക്വത വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഹല്ലേലൂയ. അബ്രഹാമിനെ നോക്കിക്കേ. അബ്രഹാം കുറെ നാള് കാത്തിരുന്ന് കഴിഞ്ഞപ്പോ അബ്രഹാം പറഞ്ഞു, എന്തിനാ കർത്താവേ ഈ അനുഗ്രഹമൊക്കെ, എനിക്കിതൊന്നും വേണ്ട. നിരാശ വിളിച്ചു പറഞ്ഞു, എന്താണേലും വീട്ടിനകത്ത് നീ മക്കളൊന്നും ഇല്ലല്ലോ, നീ വാക്കൊക്കെ പറഞ്ഞു തന്നില്ലല്ലോ, ഇനി ഞാൻ എന്റെ വേലക്കാരന് കയ്യിൽ സ്വത്തുക്കൾ കൊടുക്കാൻ പോവാ. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പം അബ്രഹാമിന്റെ ഇഷ്ടത്തിന് ഭാര്യ പറയുന്നതിന് കീഴ്വഴങ്ങി. അബ്രഹാം വിട്ടുകൊടുത്തു. എന്തിനു വിട്ടുകൊടുത്തു? സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഇന്ന് ധൈര്യത്തോടെ ഇരിക്കണം. ഇന്ന് വാഗ്ദത്തങ്ങളൊക്കെ, തിരുവചനം പറയുന്നു, വാഗ്ദത്തങ്ങൾ പ്രസവിക്കേണ്ട സമയമാകുമ്പോൾ ഈറ്റുനോവിലൂടെ ജനം കടന്നു പോകുമെന്ന്.
ഹല്ലേലൂയ. ചിലപ്പോ നമ്മളാ വാഗ്ദത്തത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ഒക്കെ. പക്ഷെ അതിനകത്ത് നമ്മൾ പിടിച്ചു നിൽക്കാൻ പഠിക്കണം. ജനം കിടന്ന് നിലവിളിച്ചപ്പോൾ മോശയോട് ദൈവം ചോദിച്ചു, മോശെ നീയും എന്തിനാ ഇവരുടെ കൂടെ നിലവിളിക്കുന്നത്? നീ എന്തിനാ എന്റെ അടുക്കളേക്ക് നോക്കുന്നേ? നിന്റെ കയ്യിൽ ഞാൻ ആയുധം തന്നിട്ടില്ലേ? നിന്റെ കയ്യിൽ ഞാൻ വടി തന്നിട്ടില്ലേ? ഇന്ന് കർത്താവ് നമ്മളോടും ചോദിക്കുന്ന കാര്യം, നിന്റെ കയ്യിൽ ഞാൻ പ്രാർത്ഥന എന്നുള്ളൊരു ആയുധം തന്നിട്ടില്ലേ? ഞാൻ വചനം തന്നിട്ടില്ലേ? എല്ലാ താക്കോലുകളെയും തുറക്കാൻ പറ്റുന്ന യേശുവെന്ന നാമം തന്നിട്ടില്ലേ? ഹല്ലേലൂയ. ഇന്ന് തിരുവചനം നമ്മളുടെ ഫിലിപ്പിയരുടെ ലേഖനം പറയുന്ന എല്ലാം മുഴങ്കാലും മടങ്ങുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുവെന്ന നാമം. ഹല്ലേലൂയ. ഇതൊരു വചനം പറയുന്ന ഫിലിപ്പിയരുടെ ലേഖനം 4:13 പറയുന്നു, അല്ലെ 4:12 തൊട്ട് ആ വാക്യം, അതിന്റെ 11 തൊട്ട് വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 4:11 തൊട്ട്. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, എല്ലാ അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചു. എല്ലാ അവസ്ഥയിലും സംതൃപ്തിയോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലനെ ദൈവം കടത്തി വിട്ടതിനകത്തൂടെ പൗലോസ് അപ്പോസ്തലന് മനസ്സിലായി, പഠിത്തമല്ല, കഴിവല്ല, റെക്കമെൻഡേഷൻ അല്ല, പദവികളല്ല, എത്ര കോണ്ടാക്റ്റുകളല്ല, എനിക്ക് പ്രസിഡന്റിനെ അറിയാം, ട്രഷററിനെ അറിയാം, എല്ലാരെയും അറിയാം, പക്ഷെ ഇതൊന്നും അല്ല എന്നെ ഞാനാകുന്നവനാക്കി വെക്കുന്നത്. പക്ഷെ സ്വർഗത്തിലെ കർത്താവിന്റെ കരമ എന്നെ ആയിരിക്കുന്നിടത്ത് ആക്കി വെക്കുന്നേ. അടിയും ഇടിയും ചതവും കിട്ടേണ്ടിടത്ത് മരിച്ചു പോകേണ്ടിടത്തു നിന്ന് പൂ പോലെ പൊക്കി എടുത്തോണ്ട് വന്നത് എന്റെ കർത്താവാണ് എന്നെനിക്ക് അറിയാം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയാ, ഒന്നുകൂടെ വാക്യം മലയാളത്തിൽ വായിക്കാൻ നല്ല ബുദ്ധിമുട്ട് നിമിത്തം ഒന്നുമല്ല ഞാൻ പറയുന്നത്. കണ്ടോ? അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കുള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്കറിയാം, വെറുതെ അല്ല വചനം എഴുതി വെച്ചിരിക്കുന്ന ഇല്ലായ്മയ്ക്കകത്ത് കാക്കയെ അയക്കുമെന്ന് വെറുതെ അല്ല എഴുതി വെച്ചിരിക്കുന്നേ. ഞാൻ അനുഭവിച്ചതാ. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഞാൻ അനുഭവിച്ചതാ. താക്കോല് പൂട്ടിക്കൊണ്ട് ചങ്ങലയ്ക്കകത്തിട്ട് താക്കോലും പൂട്ടിക്കൊണ്ട് പോയി ജയിലർ. പക്ഷെ എന്റെ കയ്യിലെ പൂട്ടും കെട്ടും മാത്രമല്ല അഴിച്ചത്, അവിടെ ഉണ്ടായിരുന്ന സകലമാന ആൾക്കാരുടെയും കയ്യിലെയും കാലിലെയും പൂട്ടും കെട്ടും അഴിക്കുക മാത്രമല്ല, എല്ലാ വാതിലിന്റെ പൂട്ടും അഴിച്ചു. അത് മാത്രമല്ല, ഭൂമിയും കൂടെ കുലുങ്ങി അടിത്തറകളും കൂടെ ഇളകി. എനിക്ക് ഇങ്ങനെ അത്ഭുതം ചെയ്യുന്നവനെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആയിരിക്കുന്നിടത്ത് ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിനകത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വണ്ണം ജീവിതം ഒന്നും മുന്നോട്ട് പോകാത്തപ്പം അതിനകത്തിരുന്ന് സ്തോത്രം പറയാൻ കഴിവുണ്ടോ? ഞാൻ പറയാം, അങ്ങനെ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഒരു ഉണർവ് നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. നമ്മളുടെ ഓരോരുത്തരുടെയും അകത്തുനിന്ന് ഉണർവ് പുറത്തു വരാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ 10 പേരോട് ചെന്ന് സുവിശേഷം പറഞ്ഞിട്ടും നമ്മളുടെ ജീവിതത്തിനകത്ത് ഇപ്പോഴും വാഗ്ദത്തങ്ങൾ ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള സാഹചര്യത്തിനെ ഒന്ന് നോക്കണം. നമ്മുടെ വായിന്ന് വീഴുന്ന വാക്കുകളെ നോക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തെ ചിന്തകളെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ അകത്ത് പ്രത്യാശയുണ്ടോ നിരാശയുണ്ടോ എന്നൊന്ന് നോക്കണം. ഹല്ലേലൂയ. നമ്മള് 10 മണിക്കൂർ ഇരുന്ന് ബൈബിളും വായിച്ച് 40 ദിവസം ഉപവസിച്ചു, എന്നിട്ടും മാറുന്നില്ല. എന്തുകൊണ്ടാ? പൗലോസ് പറയാ, എനിക്ക് തൃപ്തിയോടെ ഇരിക്കാൻ എനിക്ക് അറിയാം. അബ്രഹാമിന് തൃപ്തി കെട്ടുപോയി. സാറ ആ തൃപ്തി ബാക്കിയും കൂടെ ഇല്ലാതാക്കി കളഞ്ഞു. വാഗ്ദത്തം ലഭിച്ച അബ്രഹാം സാറ പറഞ്ഞ് കുത്തിത്തിരിവിനകത്ത് വീണുപോയി. ഹല്ലേലൂയ. ഇന്ന് നമ്മളൊക്കെ വീണ്ടും ഞാൻ പറയാ, വാഗ്ദത്തം ലഭിച്ച ഓരോരുത്തരും, ഇന്ന് പലവരും ഈ വചനം കേൾക്കുന്നവര് ഒറ്റയ്ക്ക് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയവരാ. അല്ലെങ്കിൽ കുടുംബത്തിനകത്തുനിന്ന് നിങ്ങളെ മാത്രം വേർതിരിച്ച് നിങ്ങളോട് മറ്റാരോടും പറയാത്ത വാഗ്ദത്തങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഹല്ലേലൂയ. ഇതൊന്നും ലഭിക്കാതെ ഇങ്ങനെ സ്റ്റക്കായിരിക്കുക. കൂട്ടുകൂടല്ലേ. ഹല്ലേലൂയ. നിരാശ പറയുന്നവരോടൊപ്പം അയ്യോ ശരിയാണല്ലോ പറയല്ലേ. അവര് നിരാശ പറയുമ്പോൾ പറയണ, ഇല്ല പ്രത്യാശ, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നേ. അന്ന് അബ്രഹാം സാറയോട് പറഞ്ഞിരുന്നെങ്കിൽ, ഇല്ല സാറേ നീ മിണ്ടാതിരിക്കുക, എന്നോടാ എന്റെ കർത്താവ് പറഞ്ഞത്, ഞാന് അനേക മക്കളുടെ പിതാവാകുന്നു, എന്നോടാ പറഞ്ഞ്, നീ പറയുന്നിടത്തൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വാഗ്ദത്തം അത്രയും വൈകി പോകത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ദൈവസന്നിധിയില് ഞാൻ ഉള്ളതിൽ തൃപ്തനായിരിക്കാൻ എന്നെ കർത്താവെ, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണം.
ഈ പൗലോസ് ഈ ഫിലിപ്പിയരുടെ ലേഖനം എഴുതുമ്പോൾ അറിയാമോ, ജയിലിനകത്ത് കിടന്ന എഴുതിയത്. ഇന്ന് ലേഖനങ്ങൾക്കകത്ത് ഏറ്റവും സന്തോഷമുള്ള ലേഖനം ഫിലിപ്പിയരുടെ ലേഖനമാണ്. ഈ സന്തോഷത്തിന്റെ ലേഖനം എഴുതിയത് ജയിലിനകത്ത് കിടന്ന എഴുതിയത്. ഈ ജയിലിനകത്ത് കിടന്നാണ് പൗലോസ് ഫിലിപ്പിയർ സഭയ്ക്ക് എഴുതിയിട്ട് പറയുന്നത്, നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക, നിങ്ങൾ സന്തോഷിക്കുക, എല്ലാത്തിലും നിങ്ങൾ സന്തോഷിക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എന്നിട്ട് വാക്യത്തിനകത്ത് ആ വാക്യം ഒന്നും കൂടെ നോക്കാം, 11-ന്റെ. For I have learned. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, എന്റെ സാഹചര്യം എന്നെ പഠിപ്പിച്ചു. ഞാൻ കടന്നുപോയ ഞാൻ ഒരുവനെ ആൾക്കാരെ ഞാൻ കൊന്നൊതുക്കാൻ വേണ്ടി പോയപ്പോഴാ എന്റെ കണ്ണിനകത്ത് പ്രകാശം അടിച്ച് എന്റെ കൂടെ മറ്റുള്ളവരുണ്ടായിരുന്നു. അവരാരും കണ്ടുമില്ല കേട്ടുമില്ല, ഞാൻ മാത്രം കണ്ടു, കേട്ടു, അനുഭവിച്ചു. അതുകൊണ്ട് എനിക്കറിയാം, എന്നെക്കാട്ടിലും ശക്തനായവൻ, എന്റെ സാഹചര്യങ്ങളെക്കാട്ടിലും വലിയവൻ എന്റെ കൂടെ ഉണ്ട്, എന്നെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തിനു ഭയക്കണം? ഹല്ലേലൂയ. ജയിലിനകത്ത് പിടിച്ചിട്ടാലും എനിക്കറിയാം എന്റെ ദൈവത്തിന്റെ കരം അതിന്റെ മേളിലുണ്ട്. കണ്ടോ, ഇങ്ങനെ ധൈര്യമുള്ള പൗലോസ്. അതുകൊണ്ട് ഇന്ന് എന്തുവാ സംഭവിച്ചത്? ഇന്നും പൗലോസിന്റെ വിശ്വാസവും പൗലോസിന്റെ കയ്യിൽ ദൈവം എത്ര ലേഖനങ്ങളാ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. പുതിയ നിയമസഭ പണിയപ്പെടുന്ന ഒരു രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തി പണിയപ്പെടുന്നത് ലേഖനങ്ങളിലൂടെയാ പണിയപ്പെടുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയാ, എനിക്ക് എല്ലാത്തിലും തൃപ്തനായിരിക്കാൻ അറിയാം. ഈ തൃപ്തി ഇല്ലാതെ പോകുമ്പോഴാ കുറ്റം പറയുന്നേ, തൃപ്തി ഇല്ലാതെ പോകുമ്പോഴാ കുറ്റം കണ്ടുപിടിക്കുന്നേ, തൃപ്തി ഇല്ലാതായി പോകുമ്പോഴാ ദൈവത്തിനോട് പോലും പിറുപിറുക്കുന്നത്. ഹല്ലേലൂയ. തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞ് ഞാൻ തൃപ്തിപ്പെടും. സാറയ്ക്ക് തൃപ്തി ഇല്ലായിരുന്നു. സാറയോട് പിന്നെയും വാഗ്ദത്തം പുതുക്കിയപ്പോൾ സാറ കിടന്ന് ചിരിച്ചു. ഉള്ളതാണോ എന്ന് ചോദിച്ചു, അല്ലെ? സാറ തൃപ്തിയില്ലാത്തവളായിരുന്നു. പക്ഷെ അബ്രഹാമോ അതിനകത്ത് പെട്ടുപോയി. പരിശുദ്ധാത്മാവ് അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അബ്രഹാം പെട്ടുപോകത്തില്ലായിരുന്നു. ഇന്ന് നമുക്ക് ഒരു നല്ല സഹായകനുണ്ട്. ഇന്ന് ചുറ്റിനും ആരെങ്കിലും ഒക്കെ നിരാശയുടെ വാക്കും അതും ഇതും ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് അകത്ത് നിരാശ ചിലപ്പം കയറി വരും, അല്ലെ? പെട്ടെന്ന് ചിലപ്പം ഇടിവ് തോന്നും ഹൃദയത്തിനകത്ത്. അന്നേരം പറയണം, പൊന്നു പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്കിത് കേൾക്കണ്ട, എനിക്ക് ഈ നിരാശയുടെ വാക്കുകൾ കേൾക്കണ്ട, പ്രത്യാശയില്ലാത്തത് എനിക്ക് കേൾക്കണ്ട, എനിക്ക് അറിയണ്ട. എന്നെ അങ്ങയുടെ പ്രത്യാശയും കൊണ്ട്, അങ്ങയുടെ സ്വപ്നം കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണം. ഞാൻ കാണുന്നതൊന്നും അല്ല, ഞാൻ കാണാത്തത് അപ്പുറത്ത് ഒരു അതിശയം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഇത് സംഭവിക്കും എന്നാ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? കണ്ടോ, അബ്രഹാം തന്റെ വിശ്വാസം പുതുക്കിയപ്പം ദൈവം അവനെ നീതിക്കായി കണക്കിട്ടു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മളെ നീതീകരിക്കപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ഫിലിപ്പിയർ ലേഖനത്തിനകത്ത് 4-നകത്ത് തന്നെ 12-നകത്ത് കണ്ടോ അപ്പോസ്തലൻ പറയുന്നേ, വാക്യം വായിച്ച്. ദാരിദ്ര്യത്തിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എല്ലാത്തിലും എന്നെ ശീലിപ്പിച്ചു. കർത്താവ് എന്നെ ശീലിപ്പിച്ചു. കണ്ടോ, എന്താ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം വരാനും കഷ്ടത വരാനും ഒന്നും അല്ല. പൗലോസ് പറയുക, ഇതിനകത്ത് എല്ലാത്തിനകത്തും എൻ്റെ യേശു ഉണ്ട്. തൊട്ടടുത്ത വാക്യം പറയുക, പട്ടിണിക്കകത്തിരുന്നാലും ദാരിദ്ര്യത്തിനകത്തിരുന്നാലും കഷ്ടതയ്ക്കകത്തിരുന്നാലും എല്ലാരും തള്ളിക്കളഞ്ഞാലും എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് ക്രിസ്തു യേശു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യാൻ സാധിക്കും. എന്താന്ന് വെച്ചാൽ എൻ്റെ മനുഷ്യ ശക്തിക്കകത്തല്ല ഞാൻ ആശ്രയിക്കുന്ന, ഒരുവന്റെ കല്ലറയെ പൊളിച്ച് പുനരുദ്ധാന ശക്തിക്കകത്താ ഞാൻ ആശ്രയിക്കുന്നത്. കണ്ടോ, ഈ കഷ്ടതയ്ക്കകത്തും നഗ്നതയ്ക്കകത്തും പട്ടിണിക്കകത്തും നിരാശയ്ക്കകത്തും ഒക്കെ ഇന്ന് ചിലപ്പോൾ ചുറ്റിനുമുള്ള ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ മക്കളോ ഒക്കെ പറയുന്നുണ്ടായിരിക്കും, നിന്റെ ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത വണ്ണം തല പുകയുന്ന വണ്ണം കാര്യങ്ങളായിരിക്കും പറയുന്നത്. പൗലോസും ഇതെല്ലാം അനുഭവിച്ചു. പക്ഷെ പൗലോസ് പറയാ, എനിക്കൊരു കാര്യം അറിയാം, ഈ മനുഷ്യരൊന്നുമല്ല എന്റെ ഭാവിയെ തീരുമാനിക്കുന്നത്, ശക്തനായ ഒരുവൻ എന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് ശക്തി തന്നിട്ടുണ്ട്. ഈ പറയുന്നതിനെ എല്ലാം പൊളിച്ച് ഞാൻ എന്റെ ഓട്ടം തികയ്ക്കും, ഞാൻ എന്റെ കിരീടം അണിയും, ഞാൻ രക്ഷപ്പെടും, ഇവരുടെ മുമ്പിൽ എന്നെ വലുതാക്കും. ഹല്ലേലൂയ. സ്തോത്രം.
കണ്ടോ? ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ, 12ഉം 13ഉം കൂടെ വായിച്ചേ. ദാരിദ്ര്യത്തിലിരിക്കാനും ദാരിദ്ര്യത്തിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ പൗലോസ് പറയുന്നില്ല ഞാൻ അതൃപ്തനാണെന്ന്. പൗലോസ് പറയുന്നില്ല, ഒരു മിനിറ്റ്, പൗലോസ് പറയുന്നില്ല ഞാൻ അതൃപ്തിയുള്ളവനാണെന്ന്. പൗലോസ് പറയുന്നില്ല ഞാൻ നിരാശപ്പെട്ടു പോയെന്നും. പൗലോസ് പറയുന്നില്ല ഞാൻ അവരുടെ വാക്കുകളൊക്കെ കേട്ട് കർത്താവെ എന്നോട് ക്ഷമിക്കണേ, ഞാൻ അത്രയും നേരം അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോയി, ഇനി എന്നെ വീണ്ടെടുക്കണേ കർത്താവെ, അവിടെ ഒന്നും പറയുന്നില്ല. പൗലോസ് പറയാ എനിക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാം. എന്താ? എന്റെ അകത്ത്, ഇനിയും വാക്യം 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. ഹല്ലേലൂയ. എന്റെ ചുറ്റിനും ആകാശവും ഭൂമിയും ഇടിഞ്ഞു വീണേക്കാം. ഹല്ലേലൂയ. എന്റെ ചുറ്റിനും മനുഷ്യര് കിടന്ന് എങ്ങനെ വേണേലും പ്രവർത്തിച്ചേക്കാം. അതൊന്നും വിഷയമല്ല. എന്റെ ഫോക്കസ് യേശുവാണ്. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം അറിയാം, എന്നെ നിസ്സാരമായിട്ടല്ല രക്ഷപ്പെടുത്തി എന്റെ അകത്ത് വാഗ്ദത്തങ്ങൾ തന്നത്. എന്നെ രക്ഷപ്പെടുത്തിയത് ഒരുവൻ കാൽവരി ക്രൂശിൽ വലിയ വില കൊടുത്തിട്ട് എന്നെ രക്ഷപ്പെടുത്തി എന്റെ അകത്ത് വാഗ്ദത്തങ്ങൾ ഇട്ടു തന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ പിറുപിറുക്കാൻ സാധിക്കുമോ? കുറ്റം പറയാൻ സാധിക്കുമോ? നിരാശ നഷ്ടപ്പെട്ടവരെ പോലെ, ലോകക്കാരെ പോലെ, ജഡ മനുഷ്യരെ പോലെ ആകാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. പൗലോസ് പറയാ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. എനിക്കെല്ലാം ഓവർകം ചെയ്യാം. ദാവീദ് പറഞ്ഞു ഞാൻ ആ മതില് ചാടിക്കടക്കും. എങ്ങനെ? ശത്രു വലിയ മതില് പോലെ നിന്നാലും ഞാൻ ചാടിക്കടക്കുവെന്നേ. എന്റെ ശക്തിയാലല്ല, എന്റെ കഴിവാലല്ല, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഹല്ലേലൂയ. ഇന്ന് എവിടെയെങ്കിലും ഒക്കെ നിരാശപ്പെട്ടു പോകുന്നുണ്ടോ? പിടിക്കണം. കർത്താവിനെ കേറി പിടിച്ചിട്ട് പറയണം, ഇല്ല കർത്താവെ, ചുറ്റിനും അവരൊക്കെ കിടന്ന് അവരെയൊക്കെ ഇല്ലാതാക്കാൻ പറയാൻ പറ്റില്ല അല്ലേ? അവരൊക്കെ പോട്ടെ, യേശുവിന്റെ നാമത്തിൽ അവരൊക്കെ പോട്ടെ, ഇനി ഞാൻ മാത്രം നിൽക്കട്ടെ. നോ, അതല്ല. പക്ഷെ അതിനകത്തൂടെ കർത്താവിനെ അവരെയും രൂപാന്തരപ്പെടുത്താം. നമ്മളുടെ വാഗ്ദത്തങ്ങളും നമുക്ക് ലഭിക്കാൻ സാധിക്കും. ചുറ്റിനും നിൽക്കുന്നവരുടെ വായ അടഞ്ഞു പോകും. അവര് പറയും അയ്യോ ഞങ്ങള് മണ്ടര്, ഞങ്ങൾ ഇത്രയും നാളും പിരിവിര പറഞ്ഞല്ലോ. കണ്ടോ അവര് വാഗ്ദത്തം മേടിച്ചത്. ഹല്ലേലൂയ. ഇന്നൊന്ന് പ്രാർത്ഥിക്കാം. തടഞ്ഞ വാഗ്ദത്തങ്ങള് ഹല്ലേലൂയ ലഭിക്കാൻ അതിന്റെ സമയമായി. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നതിന് മുമ്പേ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി, ഏറ്റവും കൂടുതൽ. അല്ലെ, എനിക്ക് തോന്നുന്നു അബ്രഹാം ആ 86-ാമത്തെ 85-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം ലഭിക്കേണ്ട സമയത്ത് അബ്രഹാമിന് നിരാശ വന്നതും സാറയിട്ട് അബ്രഹാമിനെ ശല്യം ചെയ്തതും ഒക്കെ ആ വാഗ്ദത്തം വായിൽ വന്നിരിക്കേണ്ട സമയത്ത് അബ്രഹാം നിരാശപ്പെട്ടു പോയതും സാറയുടെ വാക്കിന്റെ പുറകെ പോയതും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ ഒരു 84-85 വയസ്സായപ്പോഴത്തേക്ക് ആ വാഗ്ദത്തം ലഭിച്ചേനെ, ഇസഹാക്ക് ജനിച്ചേനെ. പക്ഷെ ഇല്ല. കണ്ടോ? ആ വാക്ക് കിട്ടേണ്ട സമയം, ആ പ്രോമിസ് ലഭിക്കേണ്ട സമയം, ഇസ്രായേൽ ജനം അവരുടെ പ്രോമിസ് ലഭിക്കേണ്ട സമയത്ത് അവര് നോക്കുമ്പോ അവര് മുമ്പിൽ ചെങ്കടലും പുറകിൽ പിശാചിന്റെ സൈന്യവും വന്ന് നിൽക്കുക, ഫെറമോന്റെ സൈന്യം വന്ന് നിൽക്കുക. ആ സമയത്ത് മോശെ ആ വടി ഉയർത്തി ദൈവത്തിനെ വിശ്വസിച്ച് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിലോ വീണ്ടും അവര് അടിമനുഖത്തിനകത്തേക്ക് അവര് കേറിപ്പോയേനെ. കണ്ടോ? ആ ജനം അവരുടെ വാഗ്ദത്തിനകത്തേക്ക് കയറാൻ പിന്നെയും വൈകിപ്പോയേനെ. നമ്മൾ അവരുടെ ഇസ്രായേൽ ജനത്തിന്റെ യാത്ര നമ്മൾ ശ്രദ്ധിക്കണം. അവര് പോയ വെറും 40 ദിവസം കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് അവര് 400 വർഷക്കാലം വട്ടം കറങ്ങി. വാഗ്ദത്തം നീണ്ടു 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 പോയി. എന്താ? അവര് തിരുവചനം പറയുന്നു അവര് കാനാൻ ദേശത്തിന്റെ മുമ്പിൽ വന്നപ്പം അവര് കുറച്ചുപേര് ആ ദേശം ഉറ്റി നോക്കാൻ പോയെടുത്ത് 2 പേരൊഴികെ ബാക്കി എല്ലാരും വന്നിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങളോടൊന്നും പോകത്തില്ല, അവിടെ ഞങ്ങളെക്കാട്ടിലും വലിയ മനുഷ്യരും ഞങ്ങളെ വിഴുങ്ങുന്നവരൊക്കെ നോ 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 നോ. അവര് വേണ്ടാത്തതെല്ലാം വിളിച്ചു. പിന്നെയും വാഗ്ദത്തം നീണ്ടുപോയി. ഞാൻ പറയട്ടെ, നമ്മളുടെ ഒരു ഗെയിം, ഒരു നമ്മള് കളിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്ന ഒരു ഗെയിം പോലെയാ. നമ്മള് വാഗ്ദത്തത്തിന്റെ മുമ്പിലാ വന്ന് നിൽക്കുന്നേ, നമ്മൾ കാണുന്നില്ല. നമ്മുടെ വായിന്ന് വീഴുന്ന വാക്ക്, കുറ്റം പറച്ചില്, പിറുപിറുപ്പ്, കഷ്ടത, അത് ഇത് വേണ്ടാത്തതെല്ലാം പറഞ്ഞും എടുത്തും എന്ത് പറ്റും? ഈ വാഗ്ദത്തം പിന്നെയും മുന്നോട്ട് അങ്ങ് പോകും. പിന്നെയും നമ്മൾ 10 സ്റ്റെപ്പ് പുറകോട്ടും പോവും, വാഗ്ദത്തം പിന്നെയും 10 സ്റ്റെപ്പ് മുന്നോട്ട് പോകും. ഓ എന്തൊരു കഷ്ടമല്ലേ? പിന്നെയും നമ്മൾ പരിശ്രമിക്കുക, പിന്നെയും വാഗ്ദത്തത്തിന്റെ വായിൽ വന്ന് നിൽക്കുക. അതങ്ങോട്ട് ലഭിക്കാൻ ഇങ്ങനെ
പിന്നെയും അവിടെ ആവുമ്പോഴത്തേക്ക് പിശാചി പറയും, ആ നോക്കട്ടെ, ഒന്ന് ഇവര് വാഗ്ദത്തം കിട്ടിയാൽ ഇവര് എന്റെ തലയെ തകർക്കും ഉറപ്പാ. ഇവർക്ക് വാഗ്ദത്തം ഒന്ന് കിട്ടാതെ വണ്ണം ഞാനൊന്നൊരു പണിയട്ട് കൊണ്ടിടും. എന്തെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. ഭാര്യ ഭർത്താവിനെ നോക്കി കുറ്റം പറയും, ഭർത്താവ് ഭാര്യയെ നോക്കി കുറ്റം പറയും, മക്കള് കുറ്റം പറയും, അങ്ങനെ പറയും ഇങ്ങനെ പറയും, കാണുന്നതെല്ലാം വിളിച്ചു പറയും, അല്ലേലും നിങ്ങളൊക്കെ ഇങ്ങനെയാ. എന്നിട്ട് ദൈവത്തിനോട് പറയും, അല്ലേലും ദൈവമേ ഇവരൊക്കെ ഇങ്ങനെയാ, അല്ലേലും നീ ഞങ്ങളോട് വാക്ക് പറഞ്ഞാൽ ഒന്നും നടക്കുക. അവരുടെയൊക്കെ കിട്ടുന്നതാ കണ്ടോ, ഞങ്ങളുടെ കണ്ടോ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ അവരൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെയും പറയും, പിന്നെയും വാഗ്ദത്തം എന്ത് പറ്റും, പിന്നെയും 10 സ്റ്റെപ്പ് വാഗ്ദത്തം മുന്നോട്ട് പോകും. പിന്നെയും പറയും, ഞങ്ങളുടെ വാഗ്ദത്തം ഒന്നും ലഭിച്ചില്ല, അല്ലേലും ഇങ്ങനെയാ, പിന്നെയും കുറ്റം പറയും, പിന്നെയും പറയും. ഇതങ്ങ് സൈക്കിളാ. വാഗ്ദത്തം ലഭിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് അങ്ങ് മുന്നോട്ട് അങ്ങ് പോകും. ഇന്നൊരു തീരുമാനം എടുക്കണം. ഹല്യ, ഇന്ന് പൗലോസ് പറഞ്ഞതുപോലെ എനിക്കിതൊന്നും അറിയണ്ട, എന്റെ ചുറ്റിനും എന്തൊക്കെ നടക്കുന്നു എനിക്കറിയണ്ട, ഞാൻ തൃപ്തിയുള്ളവനാ. എന്താ എനിക്ക് തൃപ്തി? എന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. പൗലോസിനോട് ചോദിക്കാം, പൗലോസെ ജയിലിൽ കിടന്നിട്ട് നീ എന്താ ഇങ്ങനെ പറയുന്നേ? ഫിലിപ്പിയർ സഭയ്ക്ക് എഴുതുമ്പം ജയിലിനകത്ത് കിടക്കുക, എന്നിട്ട് എങ്ങനെ എഴുതാൻ സാധിക്കുന്നു സഭയോട്, ഫിലിപ്പിയർ സഭയോട് ഞാൻ എല്ലാത്തിലും തൃപ്തനാണെന്ന്? അപ്പോസ്തലൻ പറയും, അയ്യോ എന്റെ കയ്യിൽ വചനമുണ്ട്, എന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, കെടാത്ത ആനന്ദം എന്റെ അകത്തുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ നോക്കേണ്ടത്? എന്നെ വിളിച്ചവൻ ആരാണെന്ന് എനിക്കറിയാം, എനിക്ക് കിരീടം തരാമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞവനാ എന്നെ വിളിച്ചത്. എന്നെ അവന്റെ രാജ്യത്തിൽ ഉപയോഗിക്കാം, ജാതികളുടെ ഇടയിൽ എന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞവനാ എന്നെ വിളിച്ചത്. മനുഷ്യരൊന്നും അല്ല എന്നെ വിളിച്ച്, സാഹചര്യമല്ല എന്നെ വിളിച്ച്, പിന്നെ ഞാൻ എന്തിനാ അതൃപ്തനാവേണ്ടത്? ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഒന്ന് ട്രെയിൻ ചെയ്യാം, ചുറ്റിനും കേൾക്കുന്നതൊക്കെ കേട്ടില്ല മട്ടിൽ ഇരിക്കാൻ, ചുറ്റിനും കാണുന്നതിലൊക്കെ കണ്ടില്ല മട്ടിലിരിക്കാൻ. എന്റെ മമ്മി ചിലപ്പോ എന്നോട് ചോദിക്കും, പിന്നെ കടുകിനകത്ത് കയറിയിരിക്കാൻ പറ്റുമോ? ഞാൻ പറയും, കടുകിനകത്ത് കയറിയിരിക്കണമെങ്കിൽ കടുകിനകത്ത് കയറിയിരിക്കണം. കണ്ടില്ല കേട്ടില്ല, എന്താണെന്നറിയോ? ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിക്കുന്നതാ അതിലും വലുത്. വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെയും കഷ്ടപ്പാടും പ്രയാസവും ആദ്യത്തേതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാ. ആദ്യം പരിശ്രമിച്ചതിനെക്കാട്ടിലും കൂടുതൽ പരിശ്രമിക്കണം. എന്നൊരു തീരുമാനം ഞാൻ തമാശന് പറയാ, കടുകിനകത്ത് കയറിയിരിക്കണം. പക്ഷെ തീർച്ചയായിട്ടും ചിലതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞൊന്നിരിക്കണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, യേശുവേ എന്റെ വാഗ്ദത്തം എനിക്ക് ലഭിക്കണം. ലോകം നോക്കിയിട്ട് പറയണം ഇവൾ അനുഗ്രഹിക്കപ്പെട്ടവള്, ലോകം നോക്കിയിട്ട് പറയണം ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവന്. അമ്മ മരിയത്തിനോട് വാഗ്ദത്തം പറഞ്ഞു, യേശു കർത്താവ് ജനിക്കുമെന്ന്, ദൈവത്തിന്റെ സ്വന്തം പുത്രൻ ജനിക്കുമെന്ന്. ഓ, ആ പ്രസവത്തിന് തൊട്ടു മുമ്പായിരുന്നു, എന്തൊരു ബദ്ധപ്പാടായിരുന്നു. ശത്രു മൊത്തം എഴുന്നേറ്റു. അത്രേ നാളും ഇല്ലാത്തൊരു നിയമം അങ്ങോട്ട് വന്നു, സ്വന്തം ദേശത്തേക്ക് പോകണം, സെൻസസ് കൊടുക്കാനെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. അവര് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ തമ്മിൽ വഴക്കിടാമായിരുന്നു അല്ലെ? പല കുടുംബങ്ങൾക്കകത്തും അതാ സംഭവിക്കുന്നത്. നിന്നോട് അല്ലേലും പറഞ്ഞതല്ലേ, നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങൾ അല്ലേലും ഇങ്ങനത്തെ ഒരു മനുഷ്യനാ, നിങ്ങൾ അല്ലേലും എന്റെ കാര്യങ്ങളൊന്നും നോക്കാത്ത ഒരു വ്യക്തിയാ എന്നൊക്കെ പറയാമായിരുന്നല്ലേ? ഭാര്യയ്ക്ക് അമ്മ മരിയത്തിന് ജോസഫിനോട് പറയാമായിരുന്നു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് കരുതലില്ലാഞ്ഞിട്ടാ, കണ്ടോ ഈ പുൽത്തൊട്ടിനകത്ത് ഈ പുഴുത്തതിനകത്ത് എന്നെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയാമായിരുന്നു അല്ലേ? പക്ഷെ അവര് രണ്ടുപേരും മിണ്ടാതിരുന്നു. എന്നാ വെച്ചാൽ അവർക്കറിയാമായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം ജനിക്കുന്ന സമയ മിശിഹ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം തൊട്ട് ലോകം കാത്തിരുന്ന വാഗ്ദത്തമാ. ഈ പുത്രൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഈ മാനവകുലം രക്ഷപ്പെടത്തില്ലായിരുന്നു. ഓ, വാഗ്ദത്തങ്ങള് നിസ്സാരമല്ല. വാഗ്ദത്തങ്ങള് അനേക രാജ്യങ്ങളെ രക്ഷപ്പെടുത്താനുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മളുടെ അകത്തിട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങള്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളുടെ അകത്തിട്ടിരിക്കുന്ന വാഗ്ദത്തം ഒന്ന് പൊട്ടി പുറത്തു വന്നാലേ ചിലപ്പം കുടുംബങ്ങളും രാജ്യങ്ങളും ദേശങ്ങളും രക്ഷപ്പെടത്തുള്ളൂ. അനേകരെ ഇന്ന് നമ്മൾ 10 പേരെയാ ക്രിസ്തുവിലേക്ക് കൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വാഗ്ദത്തം വെളിപ്പെടുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് പത്രോസ് നിന്ന് പ്രസംഗിച്ചപ്പം 5000-3000 ഒക്കെ പുറത്തു വന്നതുപോലെ അല്ലേ? പത്രോസിന്റെ വാഗ്ദത്തം ലഭിക്കുന്നതിന് മുമ്പ് പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് കള്ളം പറഞ്ഞ് പ്രാഗി കുറ്റപ്പെടുത്തി ഓടിപ്പോയി.
പക്ഷെ ദൈവത്തിന് ഭയങ്കര സ്നേഹമായിരുന്നു. അത് കാരണം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, പത്രോസെ നിനക്ക് സ്നേഹമുണ്ടോ എന്നോട്? ഒടുവില് പത്രോസ് പറഞ്ഞു, മാനസാന്തരപ്പെട്ടു. പത്രോസ് പറഞ്ഞു, കർത്താവെ നിനക്ക് എന്നെ അറിയാം, എന്റെ സകലതും അറിയാം. അല്ലേ? അയ്യോ, പത്രോസ് ആ പോയ വഴി പോയിരുന്നെങ്കിലോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് നടന്ന ആ സംഭവം, പത്രോസിന്റെ വായിന്ന് വീണ വാക്ക് കേട്ടപ്പം 5000 ആണുങ്ങള് മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. അത് നടക്കത്തില്ലായിരുന്നു. അയ്യോ, എന്തൊരു മഹാനഷ്ടമായി പോയേനെ ദൈവസഭയ്ക്ക്. അല്ലെ? ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും, ആരിലൂടെ ആണെങ്കിലും ചെയ്യും. പക്ഷേ ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങള് ലഭിക്കുക തന്നെ വേണം. നമ്മളുടെ വാഗ്ദത്തങ്ങള് പുറത്തു വരുമ്പോഴായിരിക്കും നമ്മുടെ കൂടപ്പറപ്പുകളും ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും ഒക്കെ രക്ഷപ്പെടുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദേവദാസന്, ആ ദേവദാസന് ബൈബിള് വരെയും കത്തിച്ചു കളഞ്ഞ ഒരു ദേവദാസന്, പല വിധത്തിൽ പലതും ചെയ്തതാ. പക്ഷെ ആ ദേവദാസൻ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞപ്പോ ആ ദേവദാസന്റെ കുടുംബം, എനിക്കൊന്ന് 100-200 പേരുണ്ട്, കുടുംബം മൊത്തം രക്ഷപ്പെട്ടു, ക്രിസ്തുവിലേക്ക് വന്നു വാഗ്ദത്തം ലഭിച്ചപ്പോൾ. ഇന്ന് വാഗ്ദത്തങ്ങളെ കയറി പിടിക്കാം. ഹല്യ. നിങ്ങളുടെയും എന്റെയും ജീവിതത്തിനകത്തൊക്കെ വാഗ്ദത്തങ്ങൾ. എന്നൊരു തീരുമാനമെടുത്തേ, കർത്താവെ എന്നെ സഹായിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. കാണുന്നതിനും കേൾക്കുന്നതിനും ഒന്നും മറുപടി പറയാതെ, അതൊന്നും ഗണ്യമാക്കാതെ, അതൊക്കെ തള്ളിക്കളഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ എല്ലാത്തിലും എനിക്ക് തൃപ്തനായിരിക്കുവാൻ പരിശുദ്ധാത്മാവെ ഒന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോകുമ്പോഴാ തൃപ്തിയില്ലാത്തവരായി തീരുന്നേ. പരിശുദ്ധാത്മാവിന്റെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുമ്പോഴാ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നിരാശ കയറുന്നത്. ഹല്ലിയ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് നിറയ്ക്കണം. ഹല്ലിയ. എന്നെ ഒന്ന് ആനന്ദ തൈലത്താൽ ഒന്ന് അഭിഷേകം ചെയ്യണം. ഹാലലൂയ്യ. ഈ ആനന്ദം നഷ്ടപ്പെട്ടാല് പിശാചിന് പലതും ജീവിതത്തിനകത്ത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദർശനം കാണുന്നവരാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ ആനന്ദം ഊറ്റിയെടുത്താല് ആ വ്യക്തിക്കകത്ത് എന്തും പിശാചിന് ചെയ്യാൻ സാധിക്കും. ഹാലലൂയ്യ. ഇതൊന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവെ എന്നെയും ഒന്ന് സഹായിക്കണം. ആ വാഗ്ദത്തം ലഭിക്കുന്നത് വരെയും ഒന്ന് അടങ്ങി മിണ്ടാതെ ദൈവസന്നിധിയിൽ വായും പൂട്ടി ഒന്നിരിക്കുവാൻ കർത്താവെ സഹായിക്കണം. സക്കറിയാവിന്റെ വാ പൂട്ടിയതുപോലെ ഇന്ന് ചിലതിന്റെയൊക്കെ വായ പൂട്ടിട്ട് പരിശുദ്ധാത്മാവ്. ഹാലലൂയ്യ. ആ നന്മ വെളിപ്പെടുന്നത് വരെയും യേശുവിന്റെ നാമത്തിൽ ചില വേണ്ടാത്ത നാവുകളൊക്കെ മിണ്ടാതിരിക്കട്ടെ. ഹാലലൂയ്യ. ചില വേണ്ടാതെ പൊങ്ങുന്ന ശബ്ദങ്ങള് മിണ്ടാതിരിക്കട്ടെ. ഹാലലൂയ്യ. യേശുവിന്റെ നാമത്തില് വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നതിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഹല്ലേലൂയ. ചില സഹോദരിമാര് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാ മിണ്ടാതിരിക്കുന്നത്? എന്റെ ചുറ്റിനും ഇരുന്നല്ലേ ഇങ്ങനെ പറയുന്നത്, ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും? യേശുവിന്റെ നാമത്തില് അങ്ങനത്തെ നാവുകളൊക്കെ മിണ്ടാതിരിക്കട്ടെ. വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്നത് വരെയും അങ്ങനത്തെ ശബ്ദങ്ങളും വേണ്ടാത്ത വാക്കുകളും മിണ്ടാതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നന്മ വെളിപ്പെടട്ടെ. ഹല്ലെ. ഈ ദിവസങ്ങളില് നിരാശകൾ മാറിപ്പോകട്ടെ. ആ വാഗ്ദത്തങ്ങൾ കൈമുമ്പിൽ വന്ന് നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അത് മടിയിൽ വന്ന് വീണ് ആനന്ദം അനുഭവിക്കാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ. ഇനി നീണ്ടു പോകാതെ ലഭ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.